കഴിഞ്ഞ 10 വർഷമായി കേരളത്തിൽ അധികാരത്തിന് പുറത്താണ് കോൺഗ്രസ്. ഇത്തവണ എന്ത് വില കൊടുത്തും തിരിച്ചുവരവിനുള്ള നീക്കങ്ങളാണ് പാർട്ടി നടത്തുന്നത്. വില കൊടുത്ത് വാങ്ങാൻ കഴിയുന്നതായിരുന്നു അധികാരമെങ്കിൽ ഉറപ്പായും കോൺഗ്രസിനത് നേടിയെടുക്കാമായിരുന്നു. പക്ഷെ ഇത് അങ്ങനെയല്ലല്ലോ. ഉള്ള നിലയും വിലയും മുഴുവൻ ഇല്ലാതായ അവസ്ഥയിലാണ് കേരളത്തിലെ കോൺഗ്രസുകാരുടെ അവസ്ഥ. പിന്നെ എങ്ങനെ അധികാരം തിരിച്ചു കിട്ടാനാണ്? സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അതീവ ശ്രദ്ധ പുലർത്തി ചിട്ടയോടെ പ്രവർത്തനങ്ങൾ നടത്തിയാൽ തിരിച്ചു വരാമെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. സംസ്ഥാന സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരം ശക്തമാണെന്നും ഇതും തങ്ങൾക്ക് ഗുണകരമാകുമെന്നും നേതൃത്വം കരുതുന്നുണ്ട്. സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം ശക്തിപ്പെടുത്താനാണല്ലോ ആശമാരെ കൊണ്ടുവന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇരുത്തിയുള്ള നാടകമൊക്കെ നടത്തുന്നത്. ഭരണവിരുദ്ധ വികാരം ശക്തമായിട്ട് മാത്രം കാര്യമില്ല, പ്രതിപക്ഷം കുറച്ച് ശക്തരാവുക കൂടി വേണം ജയിക്കാൻ. മികച്ച നേതാക്കളെ തിരഞ്ഞെടുപ്പ് കളത്തിൽ ഇറക്കാനുള്ള ചർച്ചകൾ ഇതിനോടകം തന്നെ നേതൃത്വം ആരംഭിച്ചിട്ടുണ്ട്. യുവാക്കളും പരിചയസമ്പന്നരായ നേതാക്കളും ഉൾപ്പെടുന്നതായിരിക്കും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക എന്ന് നേരത്തെ ചർച്ചകൾ ഉണ്ടായിരുന്നു. അതിനിടയിൽ ഇപ്പോഴിതാ പ്രായാധിക്യം കൊണ്ട് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കുന്ന മുതിർന്ന നേതാക്കളെ അടക്കം തിരികെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കാൻ കോൺഗ്രസ് തയ്യാറെടുക്കുകയാണെന്നാണ് റിപ്പോർട്ട്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ, VM സുധീരൻ, N ശക്തൻ തുടങ്ങിയ നേതാക്കളെ എല്ലാമാണ് നേതൃത്വം പരിഗണിക്കുന്നതത്രേ. മുതിർന്ന നേതാക്കൾ യുവാക്കൾക്ക് വേണ്ടി പിന്മാറണമെന്ന ചർച്ചകൾ K മുരളീധരനെ പോലെയുള്ള നേതാക്കൾ ഉയർത്തുന്നതിനിടെയാണ് ഇത്തരത്തിലുള്ള നിർദ്ദേശം. കോൺഗ്രസ് അല്ലെങ്കിലും പറയുന്നതൊക്കെ തിരിച്ചേ കേൾക്കൂ, അല്ലെങ്കിൽ പിന്നെ യുവാക്കൾക്ക് അവസരം നൽകണമെന്ന വാദം നടക്കുന്നതിനിടയിൽ പണ്ടേ കളം വിട്ടവരെ കൂടി തിരിച്ചു പിടിച്ച് തിരഞ്ഞെടുപ്പിന് നിർത്തി മത്സരിപ്പിച്ചിട്ട് എന്ത് നേടാനാണ്? പല്ലുകൊഴിഞ്ഞ സിംഹങ്ങളൊക്കെ അധികാരത്തിൽ വന്നാൽ എന്താവും കേരളത്തിന്റെ അവസ്ഥ എന്നുകൂടി വോട്ട് ചെയ്യുന്നതിന് മുന്നേ ജനങ്ങൾ ഓർക്കുന്നത് നന്നായിരിക്കും. ഒരുവിധം കരുത്തുറ്റ യുവനിര കോൺഗ്രസിൽ ഉള്ളപ്പോഴാണ് അവരെയൊക്കെ തഴഞ്ഞുകൊണ്ട് വയസ്സന്മാരുടെ ഒരു തരം നിർബന്ധ ബുദ്ധി. പരമാവധി സീറ്റുകൾ പിടിച്ചെടുക്കണമെങ്കിൽ മുതിർന്ന നേതാക്കൾ കൂടി ഇറങ്ങണമെന്നാണ് നേതൃത്വം വിലയിരുത്തുന്നത്. പ്രത്യേകിച്ച് കോൺഗ്രസിന് നിലവിൽ കുറവ് സീറ്റുകളുള്ള ജില്ലകളിലാണ് ഈ പരീക്ഷണത്തിന് ഒരുങ്ങുന്നത്. ഉദാഹരണത്തിന് കഴിഞ്ഞ 2 പതിറ്റാണ്ടുകളായി കോൺഗ്രസിന് ഒരു MLA പോലും ഇല്ലാത്ത ജില്ലയാണ് കോഴിക്കോട്. മുൻപ് വടകര ലോക്സഭാ മണ്ഡലത്തിൽ മുല്ലപ്പള്ളി സ്ഥാനാർത്ഥിയായിരുന്നപ്പോഴെല്ലാം മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന നിയമസഭാ മണ്ഡലങ്ങളിൽ വലിയ മുന്നേറ്റം കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണ മുല്ലപ്പള്ളി ഇറങ്ങിയാൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുമെന്നാണ് കണക്കുകൂട്ടൽ. ഈ ഒരൊറ്റ കാര്യം കൊണ്ട് തന്നെ ചിന്തിക്കാവുന്നതേ ഉള്ളൂ കോൺഗ്രസിനെ കേരളത്തിലുള്ള ജനങ്ങൾക്കിടയിൽ മതിപ്പ് നഷ്ടപ്പെട്ടിട്ട് എത്ര കാലമായി. കോൺഗ്രസിന്റെ നേതൃനിരയിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്ന VD സതീശൻ ഉൾപ്പെടെയുള്ളവരൊക്കെ വെറും നോക്കുകുത്തികളായി അവിടെ ഇരിക്കുകയാണെന്നും അവരെ കൊണ്ട് യാതൊരു ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളില്ല എന്നുമുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് പഴയ നേതാക്കന്മാരെ തിരിച്ചു കൊണ്ടുവരാനുള്ള എന്നിട്ട് പ്രതാപം നേടിയെടുക്കാനുമുള്ള കോൺഗ്രസിന്റെ ശ്രമം. 16 വർഷം VM സുധീരൻ MLA ആയിരുന്ന മണ്ഡലമാണ് തൃശൂർ. CPI നേതാവ് P ബാലചന്ദ്രനാണ് തൃശൂരിലെ നിലവിലെ MLA. സുധീരൻ തൃശൂരിൽ ഇറങ്ങിയാൽ വീണ്ടും മണ്ഡലം തിരികെ പിടിക്കാമെന്ന് നേതൃത്വം കരുതുന്നുണ്ട്. തിരുവനന്തപുരത്ത് നഷ്ടപ്പെട്ട നാടാർ വോട്ടുകൾ തിരികെ പിടിക്കാനാണ് N ശക്തനെ ആലോചിക്കുന്നത്. വട്ടിയൂർക്കാവിൽ K മുരളീധരനും കൂടി ഇറങ്ങുന്നതോടെ ജില്ലയിൽ കോൺഗ്രസിന് മൊത്തത്തിൽ നേട്ടം കൊയ്യാമെന്നും നേതൃത്വം കണക്കുകൂട്ടുന്നുണ്ട്. ഇതൊക്കെ കണക്കുകൂട്ടൽ മാത്രമാണല്ലോ കോൺഗ്രസുകാരെ. ചെളി പൊത്തി ഓട്ടയടയ്ക്കുന്നത് പോലെയുള്ള ഒരു ഒപ്പീര് പരിപാടി. കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ എന്താ പൊട്ടന്മാരാണോ? നിങ്ങൾക്ക് തന്നെ ഒരു ഉറപ്പില്ല നിങ്ങളുടെ നിലവിലെ നേതാക്കന്മാരുടെ ഗുണത്തിലും കഴിവിലും. പിന്നെ പൊതുജനത്തിന് അത് ഉണ്ടാവുന്നത് എങ്ങനെയാണ്?